പട്ടിണി. നീ എവിടെ ഇരുന്ന് ബർഗർ വെട്ടി വീടുന്നത് വേണോ? ഇത് വാങ്ങിയോണ്ട് ചുമ്മാ നമ്പർ ഇട്ടല്ലേ? ആ, അതുകൊണ്ട് അമ്മ പട്ടിണിയായി. കിടക്കട്ടെ പട്ടാളൊന്നും പട്ടിണി. എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ? പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ. സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മയ്ക്കിപ്പോ വല്ലാത്ത വേവലാതി. കാലത്താ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു, എന്റെ ജാതകം ചേരില്ല അത്രേ. നശിച്ചൊരു ചൊവ്വാദോഷം. ഒരു ചൊവ്വയും ബുധനും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ടൊരു അടിപൊളി ചെക്കനെ കണ്ടെത്തിയാ ഈ നൂലാമാലകൾ ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒന്ന് പോടി. അമ്മ മൊത്തം ടെൻഷനിലാ. ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടത്ര. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ അത്രയ്ക്ക് അങ്ങ് താഴ്ന്നു കൊടുക്കണോ? നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. നീ വാ, നീ വാ. ലക്ഷ്മി, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്താ നിനക്ക് പറ്റിയത്? ആരോടാ നീ പണങ്ങിയത്? നമ്മുടെ മോളോടോ? നീ ഒന്ന് സ്മാർട്ടായേ. ലക്ഷ്മി, എന്താ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ പട്ടാള ഭരണം അങ്ങ് ഹോസ്പിറ്റലില് എന്റെ മക്കളുടെ അടുത്ത് വേണ്ട. മനസ്സിലായോ? എന്നെ കുറിച്ച് ഓർത്ത് എന്റെ അമ്മക്കൊന്ന് ടെൻഷൻ അടിക്കണ്ട. പിണക്കൊന്നുമില്ലാതെ നമുക്ക് മൂന്നേരം കൂടി കെട്ടിപ്പിടിച്ച് എന്തിനാ എവിടെ നിർത്തിയത്? ഒരു മൂടിനു വേണ്ടി. കേട്ടില്ലേ പക്ഷികളുടെ കളകളാരവം? അത് പട്ടി കുറച്ചതാ. ആണല്ലേ? പക്ഷികളുടെ കളകളാരവം അത് പറഞ്ഞതല്ലേ? അതല്ലേ? കാറ്റിന്റെ ശീൽക്കാരം, കുളിരിന് പോലും വസന്തത്തിന്റെ നനുത്ത മണം. നിനക്ക് എന്ത് പറ്റി? വല്ല ജീവറ്റും പാടാനുള്ള ഉദ്ദേശമുണ്ടോ? അത് എന്താ അത്? എന്റെ ബയോഡേറ്റയാ. ബയോഡേറ്റയോ? പേര് രാഹുൽ, വയസ്സ് 23, ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്, വെയിറ്റ്. എന്താണ് ഇതൊക്കെ? ആപ്ലിക്കേഷനാ. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കോളനിയിൽ ചെറിയൊരു കുശൂഷുകൻ. അപ്പൊ തോന്നി ഒരു ആപ്ലിക്കേഷൻ അങ്ങ് തന്നിട്ടേക്കാന്ന്. അല്ല, ഇനി എന്റെ അനാസ്ഥ കൊണ്ട് അത് മിസ്സാവരുതല്ലോ. അതാ. ഈയിടെ നിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാനും സംശയിച്ചു. പക്ഷെ നമുക്കത് വേണ്ടടാ. സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒന്നും പ്രണയത്തിൽ കിട്ടില്ല. ഒരുമാതിരി ജലദോഷ പനി പോലെ തുമ്മി ചീറ്റി കൊളമാക്കിയിട്ട് അത് പോളൂ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോടൊപ്പം എന്നും പങ്കനായി കഴിയാനാ ഇഷ്ടം. ധൃതിയില്ല. പങ്കൻ എന്തെങ്കിലും പിങ്കി ആവണമെന്ന് തോന്നിയാ ഇത് പരിഗണിക്കണം. പങ്കൻ പിങ്കി ആയാലല്ലേ? അതെ, ഒരപേക്ഷയുണ്ട്. ഈ ഉടമ്പടിയുടെ കാര്യം മറ്റാരെ അറിയിക്കരുത്. ചമ്മല. ഹലോ, അളിയ രാമേട്ടൻ വിളിച്ചിരുന്നു. സിദ്ധമൈത്തൻ ഇപ്പം എത്തും. ആണോ? രക്ഷപ്പെട്ടു. എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാകം. രോഗി ഞാൻ ഗോപി. അത് ഈ ഗോപിക്കുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയാ. എന്താ രോഗം? ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്. ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു. അയ്യേ, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയമുണ്ടായിരുന്നു. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയലൊടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ ഓനെ ഗോപിക്കുട്ടാ? എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ, ഇതാണോ ഗിയർ? എന്റെ മരുമകന് സഹപാഠി. അയ്യോ, ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്താ? കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി കിടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര 16-കാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ. പിന്നെയല്ലേ ഈ കുഴിയാന? കിഴി വിളിക്കൂ.
ഹോ, എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മേ, എന്നെ കൊല്ലാൻ പറ്റേ. എടാ, നിന്റെ അച്ഛന് വണ്ടി കൂടിയടാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കല്ല, ഞാൻ കൊണ്ടുവരലേ നിർത്തും. അച്ഛൻ വല്ലതും പറ്റിയോ? പറ്റാൻ പോണത് അവനാ. അച്ഛൻ നിക്ക്, എന്റെ ഹെൽമെറ്റ് വന്നിട്ട് പോ. അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഈ വീട്ടിൽ എന്നോട് ഓടിക്കരുത്, ഞാൻ അടഞ്ഞ മഹാപശക. നീ ആരാ കൊമ്പനാണ്? അച്ഛൻ ഓടല്ലേന്ന് നിക്കാനാ പറഞ്ഞേ. വല്ലുവട്ടൻ, ദേ ഇവനെ ഞാൻ കൊല്ലും. ഇതെന്താ ഇല്ലയാ? ചൂടിനടിക്കരുത്, നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നണം. ഇവൻ എന്നെ ഓടിച്ച് ഹിമാലയം വരെ കയറ്റുമെന്നാ തോന്നുന്നത്. ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി. താങ്ക് യു ഏട്ടാ. എടാ, അവിടെ നിൽക്കാൻ. ഞാൻ സൂപ്പിക്കടാ. ഉണ്ട്. അയ്യോ, എന്നെ ഇട്ട് ഓടിക്കരുത്, ഞാൻ തുപ്പും. ഞാൻ കാർക്കിച്ചത് പോടാ. കൊല്ലും ഞാൻ നിന്നെ. പിന്നെ അയ്യോ, ഇവിടെ ഒളിക്കാൻ ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എൻ്റെ അമ്മോ, അയ്യോ. എവിടെ ആളുടെ മുമ്പ് നീ അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. രക്ഷപ്പെട്ടു. വട്ടം കഴിഞ്ഞപ്പോ പട്ടി, എന്നാലും വട്ടനേക്കാൾ ഭേദവാ. പോട്ടി. ഉള്ളാനിരിക്കണേനല്ലേ ഇത് ഞാൻ മുള്ളിക്കാടാ. ഓ, പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. നിൽക്കാനല്ലേ ഞാൻ ഓടുന്നത്. ഇതെവിടെ പോയി? അയ്യേ, എല്ലാം പോയി. ஐயோ கடவுளே கடவுளே என்னாச்சு? யாரு மேலே ஏறி எல்லாமே பார்த்தாச்சு. பார்த்தாச்சா? எல்லாமே பார்த்தாச்சா? நானே இது வரைக்கும் ஒண்ணுமே பார்த்ததில்லை. ആ, ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ല. பொறுக்கி நாயே. ഇവന് ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. ഈശ്വരാ, പട്ടി മാത്രമല്ല അവിടെ. മൊട്ടാഭിഷേകോ? താൻ എന്ത് പണിയാണോ കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക? എവിടെ നിന്നാണ് ഒരു മുട്ടയുടെ നാറ്റം? നായിന്റെ മോനെ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയെ മണ്ടൻ, ചുമ്മാതല്ല വട്ടം വിളിക്കണത്.